ഗാസിനെ പുതിയ വീട്ടാണ് ഗൈസ്. നമ്മളെ ചാനലിൽ വീട്ടിലായിരുന്നല്ലോ ഫസ്റ്റ് ലോങ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ സ്ഥലമൊക്കെ വീടിൻ്റെ സ്ഥലമൊക്കെ കാണിച്ചു തന്നത്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് നിർത്തിയോടെ നമ്മളെ കനാലിൻ്റെ അവിടെ വരെയായിരുന്നു. അപ്പോൾ കനാലിൽ കുറച്ച് ദിവസം വരെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളമൊക്കെ പറ്റി കാണിച്ചു തരാം. ഉണ്ട് കനാലിൽ വെള്ളമൊക്കെ പറ്റിയുണ്ടോ. അപ്പോൾ ഗൈസ് അപ്പോൾ കനാലിൽ വെള്ളമൊക്കെ പറ്റി. അപ്പോൾ നമുക്ക് അതിന് അടുത്ത് നമ്മൾ കാണിക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത പാർട്ട് 2 നമ്മൾ ഈ സ്ഥലത്തോട്ടൊക്കെ ഇങ്ങോട്ട് പോയി കാണിച്ചു തരാമെന്ന്. അപ്പോൾ നമുക്ക് ഇന്ന് അങ്ങോട്ട് പോകാം ഗൈസ്. അപ്പോൾ ഇപ്പോൾ നമ്മളെ വീട്ടിൽ നമ്മുടെ ചാനൽ ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഗൈസ് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പോകാം കേട്ടോ. ഇതാണ് നമ്മുടെ വഴി, ആ ലൈഫ് വഴി. അപ്പോൾ നമുക്ക് ഇവിടെ ഇതൊരു അഡ്വഞ്ചറാണെന്ന് തോന്നുന്നു, അഡ്വഞ്ചർ സ്ഥലമാണെന്ന് തോന്നുന്നു. നമുക്ക് പോവാം. അപ്പോൾ ഓക്കെ പോവാണ് ഗൈസ്. ഇതിപ്പോൾ ഇവിടെ എല്ലാം കാട് പോലെ. ഇതൊന്ന് തൊട്ടാവാടിയല്ലെന്ന് തോന്നുന്നു. തൊട്ടാവാടിയല്ലേ, തൊട്ടാവാടി വേട്ടപ്പോൾ കളറല്ലേ, മറന്നുപോയി. കണ്ടില്ലേ ഇവിടെ മൊത്തം കണ്ട കാട് പിടിച്ചിടങ്ങണ്ട കണ്ടില്ലേ. എന്താ പറഞ്ഞില്ല അവിടെ എന്തോ ഒരു കണ്ട ഒരു വഴിയല്ലേ ഇവിടെ നേരത്തെ കാടായിരുന്നുണ്ട്, അതൊക്കെ വെട്ടിത്തളിച്ച് കളഞ്ഞാൽ കണ്ടില്ലേ. ഇവിടെ എങ്ങനെയാണ് ഇതാണ് കനാലിപ്പോൾ എന്താ വെള്ളമൊക്കെ. ഇതായി കൊക്ക് പോയി കാണിക്കാൻ പറ്റില്ല. ക്യാമറ കണ്ടപ്പോൾ തന്നെ കൊക്ക് ഓടിപ്പോയി. അപ്പോൾ ഓക്കെ ഇതാണല്ലേ കനാലാണിത് അല്ലേ, കനാൽ ഗൈസ്, കനാലാണ് ഗൈസ് ഇത്. അപ്പുറത്ത് വീട്, ഇത് വീടല്ലേ ഇത്, അല്ല ഇത് പറമ്പ് പോലെ ഉണ്ട്, പറമ്പാണ്. കൊക്ക് പോയി കൊക്കി ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കൊക്കി അപ്പം പോകും. ഓക്കെ ആണല്ലേ ഇതൊക്കെ പറമ്പാണ് കേട്ടോ. കണ്ടില്ലേ ഇതൊക്കെ ഒരു പറമ്പാണ്. ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടി, സബ്സ്ക്രൈബ് കേട്ടോ. എന്താണ് ഇതൊക്കെ കനാലാണ്, കനാലിൻ്റെ വഴി. കനാൽ ഭയങ്കര വൃത്തിയായിട്ട് കിടക്കും കേട്ടോ. കനാലാണെങ്കിൽ വൃത്തിയായിട്ട് കിടക്കുവാണ്. താണ്ടേ കണ്ടില്ലേ കുറച്ച് കാട്, ഇത് പിന്നെ ചെടിയല്ല വീട് കണ്ട വീട്. ഇവിടെ വീടുണ്ട്, വഴിയുണ്ടല്ലോ. ഇങ്ങനെയാണ് ഒരു കൊച്ചു വഴി കേട്ടോ. കാരണം അവിടെ പിന്നെ ബോർ അറിയത്തില്ലേ, ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പാർട്ട് 1 നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു വീടാണ് കണ്ടില്ലേ, ഇതൊരു വീടാണ്. അപ്പോൾ നേരെ പോയി നോക്കാം. കണ്ടില്ല ഇവിടെ വീടാണ്, കുറച്ച് ചെടിയൊക്കെ ഉണ്ട്. കണ്ടില്ല ഇവിടെ മൊത്തം നല്ല എഫോർട്ട്. എപ്പോഴും മൊത്തം പച്ചപ്പാട്ടോ, ഇവിടെ പച്ചപ്പൊക്കെ ഉള്ള സ്ഥല. അതാണ് കണ്ടില്ലേ മഴയൊക്കെ പോയതുകൊണ്ട് നോക്കി. ഇന്നലെ നല്ല മഴയായിരുന്നു കേട്ടോ, അടിപൊളി മഴയായിരുന്നു. നിങ്ങളിവിടെയൊക്കെ മഴ ഉണ്ടോ? ഇവിടെയൊക്കെ നല്ല മഴ കേട്ടോ. കൊല്ലപ്പോൾ നല്ല മഴയാണ്. എൻ്റെ നാളെ കൊല്ലം കേട്ടോ. കൊല്ലപ്പോൾ നല്ല മഴയുണ്ട് കേട്ടോ. കണ്ടില്ല കണ്ട വീട് കാര്യങ്ങളൊക്കെ കണ്ട ചെളിയാണ് മഴ പെയ്തുകൊണ്ട്. ആണ്ട് ഇവിടെ വേറൊരു വീടുണ്ട്. ഓക്കെ ചെളി ഇന്ന് ഇത് ചവിട്ടി കയറണം. ഓക്കെ പാടല്ലേ ഇതൊക്കെ വീടാണ്. അവിടെ കണ്ട വലിയ വീടുകളാണ്, ഞാൻ കാണിച്ചു തരാം. വലിയ വീടുകളൊക്കെയാണ് കണ്ട. വലിയ വീടൊക്കെയാണ് കണ്ട്. കനാല് വീണ്ടും ചെളി. ഓക്കെ അല്ലേ വീടൊക്കെ കണ്ട. അവിടെ മൊത്തം മരം വേണ്ടി അങ്ങനെ വീടൊന്നും കാണാൻ വയ്യ. വാഴയിൽ കൂമ്പൊക്കെ ഇതൊക്കെ ഉണ്ട്. പഴമൊക്കെ വരും. ഇതൊക്കെ ഈ കനാലിനകത്ത് മൊത്തം ചെടി പിടിച്ച് ഇപ്പോൾ കനാല് കാണുന്നില്ല. അത് കോമ്പടി കേട്ടോ. ചെടി മൊത്തം പിടിച്ചിട്ട് കനാലൊന്നും കാണാൻ വയ്യ. അങ്ങനെയാണല്ലേ. ഓക്കെ ഇതെന്ത് ഫാനാണ് എന്ത് ഫാനാന്ന് അറിയാമോ? എന്ത് കിണറോ? ഇത് കിണറാന്ന് തോന്നുന്നു. കിണറാൻ പിന്നെ അടച്ചിട്ടേക്കുന്നത് എന്തെന്ന് അറിയാൻ വയ്യ. അടച്ചിട്ടേക്കുവാണ് ഗീഫ്. വേണ്ട കനാല്. വീണ്ടും ചെളി ചേടാ. ഇവിടെ ചെളി മാത്രമേ ഉള്ളൂ. ചെളി നമുക്ക് ഇവിടെ ചവിട്ടി പോവാം. ആണല്ലേ ഇവിടെ നോക്കണ്ട. ഇതെന്ത് ഫാനാണ് ഗീഫ്? എന്ത് ഫാനാകുമ്പോൾ അറിയത്തില്ല. എന്താണ് ഇതെന്ത് തേങ്ങയാണ് ഗീഫ്? എന്ത് ഫാനാന്ന് അറിയാൻ വയ്യ, പക്ഷെ കാണാൻ കൊള്ളാം. അതുകൊണ്ടാ ചെളി വെള്ളമൊക്കെ പറ്റി. പിന്നെ അഴുക്ക് പിടിച്ച കനാൽ കേട്ടോ. കുറേ അഴുക്കൊക്കെ ഉണ്ട് കനാലിൽ. പിന്നെ ഇതാണ്ടേ വേറൊരു വീടല്ല. ഇതാണ്ട് വീട് ഇവിടെ ഒരു വീടുണ്ട് കണ്ട. വീടാണ്. ഇവിടെ നിന്ന് പോകണമല്ലോ. നോക്കി ചെടി മൊത്തം കണ്ട.
വേണ്ട വേണ്ട വീട്, വേറൊരു വീട്. ഇവിടെ മൊത്തം വീടാട്ടോ. വേണ്ട വേറൊരു വീട്, വേണ്ട വേറൊരു വീട്. ഇതൊരു വീടാണ്. ഇത് നോക്കി, ഞാൻ ഇപ്പോൾ ഇവിടെ പോയത് ഇങ്ങനത്തെ ഒരു വഴിയായി. വീട് നോക്കി തൊട്ടാവാടി കൊണ്ട്. ഓ, ഇങ്ങനത്തെ ഒരു വഴി കൂടെ കേട്ടോ പോകണം നമ്മൾ. ഇനി ഇവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. കൊണ്ട് കാണിച്ചു തരാം, അടുത്തുകൊണ്ട് കാണിച്ചു തരാം. ഓ, കാലിൽ മുള്ളുണ്ട് ഗേഫ്. ഓ, പക്ഷെ മുറിഞ്ഞില്ല ഗേഫ്, പക്ഷേ തൊട്ടാവാടി മുള്ളുണ്ടല്ലോ ഗേഫ്. അപ്പോൾ ആ തൊട്ടാവാടിയിലെ മുള്ള് കൊണ്ട് കൊള്ളുന്നു ഗേഫ്. തൊട്ടാവാടിയിലെ മുള്ള് കൊള്ളുന്നു ഗേഫ്. ഓ, കാലൊക്കെ മുറിഞ്ഞു നോക്കട്ടെ. കാലിൽ മുറിഞ്ഞില്ല. ആണ്ടായി കണ്ടില്ല. ഇവിടെ ഇതൊരു വീടാണ്. ഇത് തൊട്ടാവാടി. ബ്രിഷ് കൊള്ളാം. തൊട്ടാവാടിയാണ്. ഇതൊരു വീടാണ് കണ്ടില്ലേ. ഇതൊരു വീടാണ് കണ്ടില്ലേ. അതൊരു വീടാണ്. ഇത് വീടാണോ? ഇതൊരു വീടാന്ന് തോന്നുന്നു. ഇതൊരു വീടാന്ന് തോന്നുന്നു. ഇത് പണ്ടത്തെ വീടാന്ന് തോന്നുന്നു. പണ്ടത്തെ സെറ്റപ്പാട്ടോ. ഇതൊരു വീടാണ്. പിന്നെ ഇവിടെ ഒരു അമ്പലമുണ്ട്. കാണിച്ചു തരാം. അതുകൊണ്ട് അതാണ് കേട്ടോ അമ്പലം. ഞങ്ങൾ അടുത്തൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അതുകൊണ്ട് ഈ അമ്പലം ഇതാണ്. ഈ അമ്പലമാണിത്. ഓക്കെ ഗൈസ്, ഇവിടെ ഉണ്ട് ഒരു ഫാൻ. ഞാൻ കാണിച്ചു പറ്റില്ല, പച്ച അടച്ചു വെച്ചിരുന്നത്. ഈ ഫാൻ പാണ്ട്. ഈ ഫാനല്ലേ നമ്മൾ അവിടെയും കണ്ട്. ആ, താണ്ട. ഇതൊരു അമ്പലമാണ്. ഞാൻ ഇച്ചിരി കൂടെ ഇവിടെ ഞാനൊരു ഇവിടെ വന്നായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കുന്ന മുമ്പ് ഒരു വന്നായിരുന്നു. പക്ഷെ അന്ന് ഇവിടെ ഇത്രയും കാടൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇച്ചിരി കാടാണ്ട് അധികം കാണാൻ പറ്റുന്നില്ല. താണ്ടി ഫ്രണ്ടിൽ ഒരു അമ്പലം കണ്ട അമ്പലമാണ്. അമ്പലമാണിത്. അമ്പലത്തിൻ്റെ പേരാട്ടോ ഇത്. കണ്ട എൻ്റെ യഥാർത്ഥ വീട് കൊല്ലത്തായിരുന്നല്ലോ. കൊല്ലം രാമൻകുളങ്ങര സ്ഥലം. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. രാമൻകുളങ്ങര അതാണ് സ്ഥലത്തിൻ്റെ പേര്. രാമൻകുളങ്ങര വനിതാ IT എന്നൊരു സ്ഥലമുണ്ട്. വനിതാ IT അങ്ങനെയാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അങ്ങനെ അറിയപ്പെടുന്ന ആ സ്ഥലത്തായിരുന്നു വീട്. പിന്നെ ഇപ്പോൾ ഞങ്ങൾ നാട്ടിൽ കുണ്ടറയിലാണ് കേട്ടോ. കുണ്ടറ ഇതാണ്ടില്ലേ. പിന്നെ അമ്പലത്തിൻ്റെ പേര് ഞാൻ കാണിച്ച കണ്ട. അമ്പലത്തിൻ്റെ പേര് ഇത് അമ്പലം കേട്ടോ. ഓക്കെ, നമുക്ക് നേരെ ഇപ്പോൾ വെയിലാട്ടോ. ഇപ്പോൾ വെയിലായി. അങ്ങ് ഇടയ്ക്കാണ് കേട്ടോ. ഓ, വരും ഇവിടെ എന്താ വീണ്ടും വരും. അതാണ്ട് ഞാൻ വെച്ചിട്ട് കാണിച്ചില്ല. ഇത് ഷീറ്റിട്ടേ അധികം കാണാൻ പറ്റുന്നില്ല. അതാണ് എൻ്റെ അമ്മ വരുന്നത്. ഈ മൊത്തത്തിൽ ഈ വഴി എന്തിനും ഇങ്ങനെ എടുത്തോ അമ്മ? ആ, ഉണ്ടായിരിക്കാം. ആ, അമ്മാമ്മനെ പറ. എന്ത് പറ? അമ്മേൻ്റെ പേര് അമ്മാമ്മനെ പറ. ഇവിടെ ഒരു അമ്പലമുണ്ട്. ഒരു പ്രസിദ്ധമായ ഒരു അമ്പലമാണ്. രക്തചാമുണ്ടേശ്വരി അമ്പലമാണ്. വിളിക്കുന്ന ദേവിയാണ്. ഇവിടുത്തെ കുംഭമാസത്തിലെ മഹനാളിലാണ് ഇവിടുത്തെ ഉത്സവം. അത്ര അറിയത്തുള്ളല്ലേ? ആ, അത്ര അറിയത്തുള്ളതാണ് അമ്മാമ്മ പറഞ്ഞത്. എവിടെ ആണോ? ഇപ്പോൾ വരാം. ഈ അമ്പലത്തിൽ ഫ്രണ്ട് ഉണ്ടോ? നമുക്ക് അങ്ങോട്ട് നേരെ അങ്ങോട്ട് വെച്ച് വിടാം. നമുക്ക് പോവാണ് ഗൈസ്. ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ആയിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഇതാണ്ട് ഗൈസ് നമ്മൾ പോകുകയാണ്. ഇതാണ്ട് വഴി. ഈ അമ്പലം ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതാ ഈ അമ്പലം ഉണ്ടോ? അമ്പലം ഇച്ചിരി കൂടെ ഫ്രണ്ടിൽ പോകാം. ഈ തോണ്ട ഇവിടാണ്. ഇതാണ് പേര് കണ്ടില്ലേ. ഇതാണ് പേര് കണ്ട. ഇതതിൻ്റെ വിളക്കത്തിന് വരാം. ഇതാണ് അമ്പലം കണ്ട. ഇതാണ് അമ്പലം കണ്ടില്ലേ. ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അമ്പലത്തിൻ്റെ ഫ്രണ്ടാണ്. അമ്പലം ഇവിടുന്ന് കാണാൻ പറ്റും തോന്നുന്നു. കണ്ട ഇതാണ് അമ്പലം കണ്ട. തൽക്കാലം നമ്മളിപ്പോൾ അമ്പലത്തിലോട്ട് പോകുന്നില്ല. തൽക്കാലം ഇപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകുന്നില്ല ഗൈസ്.
തൽക്കാലം നമുക്ക് അമ്പലത്തിൽ പോകുമ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് നിർത്തും കേട്ടോ വീഡിയോ നിർത്തുന്നില്ല. തൽക്കാലം അമ്പലത്തിൽ പോകുമ്പോൾ നമുക്ക് നേരെ തിരിച്ച് പോകാം ഗീസ്. അപ്പോൾ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഗീസ്. നേരെ നമുക്ക് പോകാം ഗീസ്. ഇതോട്ട് വഴി പോയി അമ്പലം കൊണ്ടാ. ഇവിടെ മൊത്തം കാടാട്ടോ. ഇതാണ് കേട്ടോ വീട്. വീടല്ല, അമ്പലം. ഇതാണ് അമ്പലം ഗീസ്. ഇതാണ്ട് അമ്പലം കാണിക്കുക. ഇവിടെ മൊത്തം കാണാണ്ട് മൊത്തം ഒരു തൊട്ടാവടിയുടെ മുള്ളൊക്കെയാണ്. അതുകൊണ്ട് കാലൊക്കെ കൊള്ളുന്നുണ്ട്. മുറിയാത്ത എന്ത് പായുന്നുണ്ട്. പിന്നെ ആരും തൊട്ടാവടിയുടെ മുള്ളാനെ കൊണ്ട് അങ്ങനെ മുറിയത്തൊന്നുമില്ല ഗൈസ്. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ അമ്പലമൊക്കെ നമ്മുടെ വീടെത്താറായി ഗൈസ്. അപ്പോൾ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ നല്ല വീഡിയോ വരുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.